നമ്മൾ ഇത്രയും നേരം പ്രൊഫഷണൽ ലൈഫിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഓൺടർപ്രണറിൻ്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ്മാൻ്റെ പുറകിൽ എപ്പോഴും അയാളൊരു ഒറ്റ വ്യക്തി മാത്രമല്ല, അയാളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അയാളുടെ കൂടെ നിൽക്കുന്ന ഒരു ഫാമിലിയുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം. അല്ലാതെ ഉണ്ട്, ഫാമിലി ഇല്ലാത്ത ഓൺടർപ്രണേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു ഓൺടർപ്രണറിൻ്റെ ഒരു ലൈഫ് ഭയങ്കര സ്ട്രെസ്സും സ്ട്രഗിളും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഘട്ടങ്ങളുണ്ടാവും. അപ്പം അയാൾ മാത്രം അത് സഹിച്ചാൽ പോരാ, മേ ബി അയാളുടെ ചുറ്റുമുള്ള ആളുകളും കൂടെ അയാളെ സഹിക്കേണ്ടതുണ്ട് അല്ലേ? അത്തരം കാര്യങ്ങളിൽ ഫാമിലിയുടെ സപ്പോർട്ട്, ഫാമിലിയുടെ ഇൻവോൾവ്മെൻ്റ് ഒക്കെ നമുക്ക് വളരെ ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മളെ ഒരു ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ഫാമിലി ഉണ്ടാകുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അല്ലേ? അപ്പോൾ ഫാമിലിയെ കുറിച്ച് എൻ്റെ ഭാഗ്യങ്ങളിലൊന്നെന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും എൻ്റെ ഫാമിലി. കാരണം വലിയ ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ എൻ്റെ മാതാപിതാക്കളാണെങ്കിലും ഞാൻ മൂത്ത മകനായതുകൊണ്ടും മറ്റും എൻ്റെ ഒരു ആഗ്രഹത്തിനും ഇക്കാലം വരെ അവർ നോ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പല ആളുകളും പറയുന്നത് ഫാദർ അത് പറഞ്ഞു, ഇത് പറഞ്ഞു, മദർ ഇത് പറഞ്ഞു. അവരെ കൊണ്ട് സാമ്പത്തികമായിട്ട് പലപ്പോഴും സഹായിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള പരിമിതികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും നോ പറയാത്തൊരു പാരൻസാണ്. ഞാൻ ചെയ്യുന്നത് ശരിയായിരിക്കും, നല്ല രീതിയിലേ ചെയ്യുള്ളൂ എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും അവർ നോ പറഞ്ഞില്ല. അതുപോലെ തന്നെ എനിക്ക് എടുത്ത് പറയേണ്ടതാണ് എൻ്റെ പാർട്ട്ണർ, എൻ്റെ വൈഫ് വളരെ സപ്പോർട്ടീവായിട്ടുള്ളൊരു വ്യക്തിയാണ്. കാരണം ഞങ്ങളുടെ കല്യാണം കഴിയുന്ന സമയത്തൊക്കെ വളരെ വലിയ സ്ട്രഗിളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഈ പറഞ്ഞ സാമ്പത്തിക ബാധ്യതകളും മറ്റുമൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്നതൊക്കെ. സോ ആ സമയത്തും ഇതൊക്കെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ കൂടെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജോലി ചെയ്ത് ആ ശമ്പളമൊക്കെ ഉപയോഗിച്ചിട്ട് കടങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിയത്. സോ ആ പിന്തുണ എൻ്റെ വളർച്ചയിലും അല്ലെങ്കിൽ ഞാനിപ്പോൾ എത്തി നിൽക്കുന്ന സ്റ്റേജിൽ എനിക്ക് ഭയങ്കര സപ്പോർട്ട്. മാത്രമല്ല ഞാൻ എൻ്റെ പാഷൻ, ഇപ്പോൾ ജോലി ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ സമ്മതിക്കില്ല, നല്ല ശമ്പളമുള്ളൊരു ജോലി ഉപയോഗിക്കാൻ. പക്ഷെ അവളെൻ്റെ കൂടെ നിന്നു, നല്ല രീതിയിൽ നിന്നു. ഞാൻ രസകരമായ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ദുബായിലെ ജോലി കളഞ്ഞിട്ട് നാട്ടിലേക്ക് വരുന്നത്. കാരണം ഒരു മലയാളി കമ്മ്യൂണിറ്റികൾക്കിടയിലാകുമ്പോൾ ഇവിടെ നിന്നിട്ട് വേണം അതിൻ്റെ ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനെന്ന് തോന്നലിൻ്റെ പുറത്താണ്. ഇവിടെ വന്ന് ഓഫീസ് സെറ്റ് ചെയ്യുമ്പോൾ മക്കളും വൈഫും ഒക്കെ അവിടെയാണ്. ആ സമയത്ത് ഞാനിവിടെ ചിലപ്പോൾ 2-3 മാസമൊക്കെ നിൽക്കുന്ന സമയത്തും കുട്ടികളെ വളരെ നല്ല രീതിയിൽ അവിടെ നോക്കി. അവളവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കൊരു തടസ്സം വരാത്ത രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഇവിടെ എനിക്ക് റിസർച്ചും കാര്യങ്ങളും ഇതിൻ്റെ സ്ട്രഗിളിംഗ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ മക്കളുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കെയർ ചെയ്ത് അവിടെ ഒരു ബുദ്ധിമുട്ടില്ലാതെ. മാത്രമല്ല കോവിഡ് വന്ന സമയത്ത് ഇവിടെ ലോക്കായപ്പോഴും കുട്ടികളെ അവരുടെ കാര്യങ്ങളൊന്നും ഒരു മുടക്കം വന്നില്ല. ഈവൻ എൻ്റെ കോൺട്രിബ്യൂഷൻ ഇല്ലാഞ്ഞിട്ട് പോലും അവരുടെ കാര്യങ്ങളൊക്കെ അവൾ തന്നെയാണ് നോക്കിയത്. ഇപ്പോൾ ഞങ്ങൾ 2 വർഷമായിട്ട് നാട്ടിൽ തന്നെയാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അടുത്തൊരു വർഷത്തോടെ ഞങ്ങൾ വീണ്ടും ദുബായിലേക്ക് തന്നെ റീലൊക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അവിടെ ബിസിനസ് കാര്യങ്ങളൊക്കെ ബിസിനസ് ഉണ്ട്. ഇനിയിപ്പോൾ പുതിയ 1-2 ഡിവിഷനും കൂടെ നമ്മൾ അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ദുബായ് സൗദി ബേസിട്ട് നമ്മൾ പുതിയ 1-2 ഡിവിഷൻ, ഞാൻ ഈ പറഞ്ഞ ഈ ടാർഗറ്റുകളിലുള്ള 2 ഡിവിഷനുകളൂടെ നമ്മൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല മക്കളൊക്കെ അവിടെ പഠിച്ചുകൊണ്ട് കുറച്ചും കൂടെ അവിടുത്തെ ലൈഫാണ് അവർ ഇഷ്ടപ്പെടുന്നത്. എൻ്റെ ഈ എൻ്റെ ഓപ്പറേഷൻ പ്രത്യേകിച്ചും ബെഞ്ചാലി അക്കാഡമിയുടെയും ഫ്ലൈജീനിയ അതുപോലെ തന്നെ ബ്രൈറ്റ് ഫോർടെക് ഈ 3 കമ്പനികളും അതിൻ്റെ ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ഹെഡ് ചെയ്യുന്ന അവളാണ്. ഫ്ലൈജീനിയ അവളുടേതാണ്, അവളാണ് അതിൻ്റെ കംപ്ലീറ്റ്. അത് സ്റ്റഡി അബ്രോഡ് പോലെ സ്റ്റഡി അബ്രോഡിലെ വിദേശത്തേക്ക് കുട്ടികളെ വിദ്യാഭ്യാസത്തിന് പറഞ്ഞത് അവൾ ആ മേഖലയിൽ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള അത് അവൾ തന്നെ സ്ഥാപിച്ച സ്ഥാപനമാണ്, അത് അവളുടെയാണ്. ബാക്കിയുള്ള 2 സ്ഥാപനങ്ങളുടെ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തത്. തീർച്ചയായിട്ടും ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് വലിയൊരു സ്ട്രെങ്ത് ആണ് എനിക്ക്. എന്തൊക്കെ ആയാലും ശരി, എവിടെയൊക്കെ പോയി കഴിഞ്ഞാലും ശരി, വീട്ടിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവണം. അതില്ലെങ്കിൽ പിന്നെ ഒന്നും ഉണ്ടായിട്ടും കാര്യമില്ല. പ്രത്യേകിച്ച് എൻ്റെ യാത്രകൾ വലിയ രീതിയിൽ ഉണ്ടാവാറുണ്ട്. എല്ലാ മാസവും നമുക്ക് 1-2 രാജ്യങ്ങളിലേക്കുള്ള യാത്രകളുണ്ടാവും. അപ്പോൾ ആ സമയത്ത് കുട്ടികളുടെ കാര്യമാണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഒക്കെ വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യുന്നതും ടീമിനെ കോർഡിനേറ്റ് ചെയ്യുന്നതും എല്ലാം അവൾ തന്നെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിൽ ഞാൻ ഒരു മഹാഭാഗ്യവാനാണെന്ന് പറയാൻ പറ്റും. പല വീഡിയോസിലൊക്കെ കാണുമ്പോൾ അത് ആത്യന്തികമായിട്ടൊരു സെയിൽസ് ആണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് അല്ലെ? ഒരു സെയിൽസ് പേഴ്സൺ എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്ത് അല്ലെ ഒരുപാട് കാലത്തൊരു എക്സ്പീരിയൻസും കൂടെ ഉള്ളത് കൊണ്ടായിരിക്കും. പക്ഷെ അത് തന്നെയാണ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഇനി എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും സെയിൽസ് ക്ലോസ് ആയില്ല എന്നുണ്ടെങ്കിൽ ആ പരിപാടി പൊട്ടിപ്പോവും. അപ്പോൾ അതിൻ്റെ ഒരു ചലഞ്ചസ്, ആ കാലഘട്ടത്തിൽ ഫേസ് ചെയ്ത ചലഞ്ചസും ആ ഒരു വെല്ലുവിളികളൊക്കെ തന്നെയാണോ ഇങ്ങനെ ഒരു ഇപ്പം $1 million സെയിൽസ്മാൻ പോലുള്ള ആ ഒരു അതിന് ശരിക്കും ഒരു സർവീസ് ആണോ, അത് ശരിക്കും നമ്മുടെ ഒരു കോഴ്സ് ആണോ, അത് എന്താണ്? ഞാൻ ആദ്യത്തെ എൻ്റെ കരിയർ തുടങ്ങുന്നത് സെയിൽസിൽ എൻ്റെ ആദ്യത്തെ കുറേ കമ്പനികൾ ഞാൻ പരാജയമായിരുന്നു. എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സെയിൽസ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അറിയില്ലായിരുന്നു. കമ്പനിയിൽ നിന്ന് എനിക്ക് കിട്ടിയതെല്ലാം പ്രോഡക്റ്റ് ട്രെയിനിങ് ആണ്. ഒരുവിധം എല്ലാ സ്ഥാപനങ്ങളിലും കിട്ടുന്നതും പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ട്രെയിനിങ് ആണ്. അക്കൗണ്ടന്റ് ആവേണ്ടത് എങ്ങനെയാന്ന് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, നമുക്ക് സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ ഒരു ബിസിനസ് നിലനിൽക്കുന്നതിൻ്റെ
ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ്. ഈ പറയുന്ന ആളുകൾക്കൊക്കെ ശമ്പളം കൊടുക്കുന്ന എല്ലാം സെയിൽസുകാർ കൊണ്ടുവരുന്ന റവന്യൂവിൽ നിന്നാണ്. കറക്റ്റ്. പക്ഷേ സെയിൽസ് എങ്ങനെ ചെയ്യണമെന്ന് പഠിക്കാൻ ഒരു സംവിധാനവും ഇല്ല, ഒരു പഠനത്തിൻ്റെ മെത്തേഡും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളുടേതായ രീതിയിൽ പോയി സെല്ല് ചെയ്യണം. ഇപ്പം ഒരു സ്ഥാപനത്തിൽ 10 സെയിൽസ്മാൻമാരുണ്ടെങ്കിൽ 10 പേരും 10 രീതിയിലാണ് സെല്ല് ചെയ്യുന്നത്. ഏതെങ്കിലും 1-2 ആളുടെ സക്സസ് ആവും, ബാക്കിയുള്ള ആളുകൾ പരാജയപ്പെടും. സെയിൽസിലാണ് ഏറ്റവും ജോബ് ഓപ്പണിംഗ് ഉള്ളത്, സെയിൽസാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത്. ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നവും സെയിലാണ്. ഏറ്റവും വലിയ പ്രശ്നം നേരിടുന്ന സ്റ്റാഫും സെയിൽസിലുള്ളവരാണ്. കാരണം അവർക്ക് ഇതെങ്ങനെ വിൽക്കേണ്ടതെന്ന് അറിയില്ല, അതിനാദ്യം എന്തുകൊണ്ടെന്ന് അറിയില്ല, ഏത് രീതിയിൽ കസ്റ്റമറോട് ആദ്യം സംസാരിക്കേണ്ടത്, രണ്ടാമത് സംസാരിക്കേണ്ടത്, മൂന്നാമത് സംസാരിക്കേണ്ടത് അറിയില്ല. ഞാൻ ആ അറിയില്ലായ്മ കൊണ്ട് ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട്. പിന്നീടാണ് ഞാൻ സെയിൽസിനെ കുറിച്ച് പഠിക്കുന്നത്. സെയിൽസിനെ കുറിച്ച് പഠിച്ചു, സെയിൽസിന്റെ പ്രോസസ്സിനെ കുറിച്ച് ഞാൻ കുറേ വർഷങ്ങൾ റിസർച്ച് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ആഴത്തിൽ റിസർച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഏതൊരു കസ്റ്റമറും ഈസി ആയിട്ട് എനിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു 10 ലക്ഷത്തിൻ്റെ മേളിലുള്ള അല്ലെങ്കിൽ 20 ലക്ഷത്തിൻ്റെ മേളിലുള്ള ചില സെയിൽസ് കോളുകളിൽ മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്യാറുള്ളൂ. കാരണം ഞങ്ങളുടെ കൺസൾട്ടൻസി പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് 10 ലാഖിൻ്റെ മേളിൽ വാല്യൂ ഉള്ളതിൽ മാത്രമേ ഞാൻ മീറ്റിങ്ങിന് പോകാറുള്ളൂ. പക്ഷെ അതെനിക്ക് ഈസി ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു സെയിൽസിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ കസ്റ്റമർ ഈസി ആയിട്ട് തൻ്റെ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കൺവിൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് അറിയാത്തത് കൊണ്ടാണ് പല സെയിൽസ്മാൻമാരും പരാജയപ്പെടുന്നത്, പല ബിസിനസ്സും പരാജയപ്പെടുന്നു. ആ സെയിൽസ് ടീമിന് സെയിൽസ് അറിയാന്ന് പറഞ്ഞ ബിസിനസ്സിന്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമാണ്. ആ അത്യാവശ്യമായിട്ടുള്ള ഡെയിലി ബ്രെഡ് ആൻഡ് ബട്ടർ കീപ്പ് ചെയ്യാൻ സഹായിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് സെയിൽസ്. $1 മില്യൺ സെയിൽസ്മാൻ എന്ന ട്രെയിനിങ്, അതൊരു 2 ടൈപ്പുള്ള ട്രെയിനിങ്ങിന്റെ പേരാണ് $1 മില്യൺ സെയിൽസ്മാൻ. അത് 1 ഡേ ഓഫ്ലൈൻ ട്രെയിനിങ് ആയിട്ട് ഞങ്ങൾ ചെയ്യാറുണ്ട്. റെഗുലർ ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ ഞങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, 1 ഡേ ഓഫ്ലൈനിൽ ഒരു ഫുൾ ഡേ ക്ലോസിംഗ് ടെക്നിക്കുകൾ പഠിപ്പിക്കും. ഇനി അതല്ല, ഇതിനെക്കുറിച്ച് കുറച്ച് ആഴത്തിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. 43 ഡേയ്സിന്റെ ക്ലാസ്സുകളായിട്ട് ഈ കോഴ്സ് അവൈലബിൾ ആണ്. ഇത് പ്യുവർലി ഒരു യഥാർത്ഥ സെയിൽസ്മാന് സെയിൽസ് എന്താണെന്ന് പഠിപ്പിക്കുന്ന ഏറ്റവും ആധികാരികമായിട്ടുള്ള പ്രാക്ടിക്കൽ കോഴ്സാണ് സെയിൽസ് $1 മില്യൺ സെയിൽസ്മാൻ സെയിൽസിലെ. കാരണം കേരളത്തിലെ നമ്പർ 1 സെയിൽസ് ട്രെയിനിങ്ങും $1 മില്യൺ സെയിൽസ്മാൻ തന്നെയാണ്. എല്ലാ ഫ്രീക്വൻസിയിലും ഒരുപാട് ആളുകൾക്ക് അതിലൂടെ സഹായം കിട്ടിയിട്ടുണ്ട് സെയിൽസ്. അതാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ഒരു സെയിൽസ്മാൻ അല്ലേ, അപ്പോൾ അയാൾ ഇപ്പോൾ പല ക്ലയൻസിനും മീറ്റിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അയാൾ വളരെ വിധേയത്തോടു കൂടി സംസാരിക്കുന്ന കേൾക്കാറുണ്ട്. അത്രയും വിധേയപ്പെട്ട് ഒരാളിനോട് സംസാരിക്കേണ്ട അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിനോട് സംസാരിക്കേണ്ടതുണ്ടോ? ഈ വിധേയപ്പെടുക അല്ലെങ്കിൽ സബ്മിസീവ് ആകുക, ഡോമിനൻ്റ് ആകുക, ഇതല്ല. അത് എങ്ങനെയാന്നുള്ളതും ഏത് രീതിയിലെന്നുള്ളതല്ല. ഒരു സെയിൽസ്മാൻ്റെ അൾട്ടിമേറ്റ് പർപ്പസ് ആ സെയിൽ എങ്ങനെ ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ്. തൻ്റെ മുന്നിലിരിക്കുന്ന വ്യക്തി ഹൈലി ഡോമിനൻ്റ് ക്യാരക്ടർ ആണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ മുന്നിലിരിക്കുന്ന ആൾ ഒരു സബ്മിസീവ് ആയി കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാൻ പറ്റും എന്നുള്ള സ്റ്റേജിലാണെങ്കിൽ ചിലപ്പോൾ അയാൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടി ചെയ്യേണ്ടി വരും. നേരെ മറിച്ച് മുന്നിലിരിക്കുന്ന ആളൊരു അഭിപ്രായം ഇല്ലാത്ത, ഡിസിഷൻ എടുക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് വിധേയനായി നിന്ന് കഴിഞ്ഞാൽ കച്ചവടം നടക്കൂല, അവിടെ തീരുമാനത്തിൽ എത്തൂല. ഞാൻ ആലോചിച്ചിട്ട് മറുപടി വരാൻ പറയും, അവിടെ ചിലപ്പോൾ നമ്മൾ ഡോമിനൻ്റ് ആണ്ടിരും. സെയിൽസ്മാൻ്റെ ക്യാരക്ടർ എടുക്കേണ്ടത് കസ്റ്റമറെ മനസ്സിലാക്കിയിട്ട്, മുന്നിലിരിക്കുന്ന കസ്റ്റമർ ഏത് ടൈപ്പാണ്, അയാളുടെ ക്യാരക്ടർ എങ്ങനെയാണ്, അത് സംസാരിച്ച് വരുമ്പോൾ അയാളുടെ ഡിസിഷനുകളും അയാൾ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലൂടെയൊക്കെ അത് മനസ്സിലാക്കാൻ പറ്റണം. അത് അയാളുടെ കഴിവാണ്, അതൊരു ആർട്ടിസ്റ്റിക് സ്കില്ലാണ്. സിറ്റുവേഷൻ അനുസരിച്ച് ബിഹേവ് ചെയ്യാന്ന് പറഞ്ഞ് അയാൾ ഉണ്ടാക്കിയെടുക്കേണ്ട അയാളുടെ ഉള്ളിലുള്ളൊരു കലാകാരന്റെ കഴിവാണ്. അതിനനുസരിച്ചിട്ട് മുന്നിലിരിക്കുന്ന ആളുടെ ക്യാരക്ടറിനനുസരിച്ചിട്ട് സെയിൽസ്മാൻ്റെ സ്വഭാവത്തെ ക്രമീകരിക്കുകയാണ് സെയിൽസ്മാൻ ചെയ്യേണ്ടത്. ഇപ്പോൾ താങ്കളുടെ പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട് കേരളത്തിലെ നമ്പർ 1 സെയിൽസ് കോച്ച് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ആ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിന് പിന്നിലൊരു കോൺഫിഡൻസ് ഉണ്ടാവും. എന്താണ് ആ കോൺഫിഡൻസ്? അതായത് കേരളത്തിൽ നമ്പർ 1 സെയിൽസ് കോച്ച് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രാക്ടിക്കലായിട്ട് ഒരു സെയിൽസ് പ്രോബ്ലം, സെയിൽസ് മാത്രം, മോട്ടിവേഷൻ അല്ല, അല്ലെങ്കിൽ കുറെ കഥകളല്ല, കുറെ തമാശകളല്ല. നിങ്ങൾ സെയിൽസുമായി ബന്ധപ്പെട്ടൊരു പ്രോബ്ലത്തിനാണ് ഞങ്ങളുടെ കോഴ്സിന് വരുന്നതെങ്കിൽ അത് മാത്രം പഠിപ്പിക്കുന്ന ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കോഴ്സ് തന്നെയാണ് $1 മില്യൺ സെയിൽസ്മാൻ എന്ന് പറയുന്ന ട്രെയിനിങ്. അത് ഏറ്റവും കൂടുതൽ ആളുകളെ ഈ കഴിഞ്ഞ കാലയളവിൽ, അത് ചുരുങ്ങിയത് 2000 ആളുകളിൽ കൂടുതൽ ആളുകൾ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരൊറ്റ ഇവന്റിൽ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതും ഈ ഫ്രീ ട്രെയിനിങ്ങുകളല്ല. ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, ചില ഇവന്റുകൾ ഫ്രീ ആയിട്ട് വിളിച്ചു വരുത്തി ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ ട്രെയിനിങ്ങുകൾ നടക്കാറുണ്ട്. ഞങ്ങളുടെ ഒരു പ്രോഗ്രാമും ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കാറില്ല. ചില വെബിനാറുകളൊക്കെ നമ്മൾ ചിലപ്പോൾ നടത്താറുണ്ടെങ്കിൽ പോലും ഫ്രീ അല്ല. ഞങ്ങളുടെ ഒരു പ്രോഗ്രാമും ഫ്രീ അല്ല. അതായത്
അത് ആ കോഴ്സ് അതിനൊരു വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കി അതിനെ സീരിയസ് ആയിട്ട് ചെറിയൊരു ഫീസെങ്കിലും കൊടുത്ത് വരുന്ന ആൾ മാത്രമേ വരാൻ പാടുള്ളൂ നിർബന്ധ രീതിയിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് നമ്മൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സെയിൽസ് ട്രെയിനിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രാക്ടിക്കൽ സെയിൽസിൻ്റെ സൊല്യൂഷൻ കൊടുത്തു എന്നത് തന്നെയാണ് $1 മില്യൺ സെയിൽസ്മാനും ഞങ്ങളുടെ കോഴ്സും നമ്പർ 1 ട്രെയിനിങ് ആണ് സെയിൽസിൽ എന്ന് പറയാനുള്ള കാരണം. ആ ഒരു കോൺഫിഡൻസ് താങ്കൾ അതിലൂടെ പറഞ്ഞു വയ്ക്കുന്ന ആ ഒരു കോൺഫിഡൻസ് താങ്കളുടെ മുന്നിൽ വന്നിരിക്കുന്ന അനേകായിരം പേർക്ക് അത് പകർന്നു നൽകാൻ കഴിയട്ടെ. ഇനിയും മുന്നോട്ട് വലിയ ഉയരങ്ങളിലേക്ക് ബെഞ്ചാലി അക്കാഡമി അല്ലെങ്കിൽ കസാക്ക് ബെഞ്ചാലി എന്ന വ്യക്തി എത്തിപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം. വളരെ സന്തോഷം നിങ്ങളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ് അലോട്ട്.